നമസ്കാരം. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തെ ചാപ്റ്ററിന്റെ ഹാർഡ്വെയർ എന്താണെന്ന് പറഞ്ഞു, EVSറ്റുകളെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ് ഡിസ്കസ് ചെയ്തു. നമുക്കിനി ഡിസ്കസ് ചെയ്യേണ്ടത് സോഫ്റ്റ്വെയറിനെ കുറിച്ചാണ്. അപ്പോൾ സോഫ്റ്റ്വെയറിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോഴത്തേക്ക് ഈ ചാപ്റ്റർ കഴിയും. അതിന് 2 പാർട്ട് വീഡിയോ വേണ്ടി വരും. ഈ പാർട്ടും നെക്സ്റ്റ് പാർട്ടും കൂടെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആവും. അപ്പോൾ നിങ്ങളെല്ലാവരും പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അതേപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക. മറ്റൊരു കാര്യം ഞാൻ പറയുന്നുണ്ടായിരുന്നു, കഴിഞ്ഞ വീഡിയോകളിലൊക്കെ പറയുന്നുണ്ടായിരുന്നു, ഞാനൊരു ടെലഗ്രാം ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാം. ഇതിൻ്റെ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഉണ്ട്. അതിൽ ഫസ്റ്റ് കമൻ്റായിട്ട് ഞാൻ ലിങ്ക് പിൻ ചെയ്തേക്കാം. നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്ത് ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യാം. അവിടെ ഞാൻ ഈ ചാപ്റ്ററുകളെ പഠിപ്പിക്കുന്ന ഭാഗങ്ങളുടെ നോട്ട് ഒക്കെ ഞാൻ ആ ചാനലിൽ ഷെയർ ചെയ്യുന്നുണ്ടാവും. നിങ്ങൾക്ക് നോട്ടൊക്കെ അവിടെ നോക്കി നിങ്ങൾക്ക് എഴുതുകയോ പ്രിൻ്റ് എടുക്കുകയോ എന്ന് തുടങ്ങി ചെയ്യാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഡിസ്കസ് ചെയ്യുന്നത് സോഫ്റ്റ്വെയറിനെ കുറിച്ചാണ്. ഓക്കെ, സോഫ്റ്റ്വെയർ എന്താണ്? ഓക്കെ, സോഫ്റ്റ്വെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സെറ്റ് ഓഫ് പ്രോഗ്രാംസ് ആണ്. പ്രോഗ്രാമുകളുടെ ഒരു കൂട്ടമാണ്. പ്രോഗ്രാം എന്താണ്? സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ ആണ്. നിർദ്ദേശങ്ങളുടെ കൂട്ടത്തെയാണ് പ്രോഗ്രാം എന്ന് പറയുന്നത്. അതിന് കമ്പ്യൂട്ടറിന് നൽകുന്ന നിർദ്ദേശങ്ങളുടെ കൂട്ടം, അതിനെയാണ് പ്രോഗ്രാം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു പ്രോഗ്രാമുകളുടെ കൂട്ടമാണ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അതായത് ഈ സോഫ്റ്റ്വെയർ ആണ് കമ്പ്യൂട്ടറിന്റെ ഹൃദയം അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന്റെ മൈൻഡ് എന്ന് പറയുന്നത്. നമ്മൾ കമ്പ്യൂട്ടറിന്റെ ഒരു ഹാർഡ്വെയറിനെ നമുക്കൊരു ശരീരമായിട്ട് ഉപമിക്കുകയാണെങ്കിൽ അതിനെ പ്രവർത്തിപ്പിക്കുന്ന മൈൻഡായിട്ട് നമുക്ക് സോഫ്റ്റ്വെയറിനെ കാണാം. അതായത് ഹാർഡ്വെയർ പ്രവർത്തിക്കണമെങ്കിൽ നമുക്ക് എന്തുണ്ടായിരിക്കണം? അതിനാവശ്യമായ പ്രോഗ്രാമുകൾ കമ്പ്യൂട്ടർ ഉണ്ടാവണം. ആ സെറ്റ് ഓഫ് പ്രോഗ്രാംസിനെ വിളിക്കുന്ന പേരാണ് ഇത് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. സോഫ്റ്റ്വെയർ പ്രധാനമായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ 2 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഏതാണ്? ഒന്ന് സിസ്റ്റം സോഫ്റ്റ്വെയർ, മറ്റൊന്ന് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. 2 ക്ലാസിഫിക്കേഷൻ ആണുള്ളത്. ഒന്ന് സിസ്റ്റം സോഫ്റ്റ്വെയറും മറ്റൊന്ന് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. നമുക്ക് സിസ്റ്റം സോഫ്റ്റ്വെയർ എന്താണെന്ന് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാം. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. Okay, system software എന്താണ്? System software is a set of system programs which aids in the execution of general usage computational requirement on a computer system. ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം പ്രവർത്തിക്കണമെങ്കിൽ നമ്മളിപ്പോൾ കമ്പ്യൂട്ടർ മേടിച്ചു വെച്ചു, ഹാർഡ്വെയർ മേടിച്ച് നിങ്ങളുടെ വീട്ടിൽ വെച്ചു, കീബോർഡ്, മൗസ്, മോണിറ്റർ, CPU എല്ലാം ഉണ്ട്. പക്ഷെ അത് പ്രവർത്തിക്കണമെങ്കിൽ, പ്രവർത്തന സജ്ജമാകണമെങ്കിൽ, അല്ലെങ്കിൽ അതിന്റെ പ്രവർത്തനം ബേസിക് ഓപ്പറേഷൻസ് നടക്കണമെങ്കിൽ എന്ത് വേണം? അത്യാവശ്യമായിട്ടും അടിയന്തരമായിട്ടും വേണ്ട കുറച്ച് സോഫ്റ്റ്വെയറുകൾ അല്ലെങ്കിൽ കുറച്ച് പ്രോഗ്രാമുകളുണ്ട്. ആ പ്രോഗ്രാമുകളെ, ആ സോഫ്റ്റ്വെയറുകളെ വിളിക്കുന്ന പേരാണ് സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഒന്നാമത്തത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അല്ലെ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇല്ലാതെ ഏതെങ്കിലും കമ്പ്യൂട്ടർ ഓൺ ആവുമോ? ഓണായി ലൈറ്റൊക്കെ കത്തിയിരിക്കുമായിരിക്കും, പക്ഷെ അത് പ്രവർത്തിപ്പിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണ്? വിൻഡോസ്, ലിനക്സ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏത് കാറ്റഗറിയിൽ വരുന്നതാണ്? സിസ്റ്റം സോഫ്റ്റ്വെയർ. പിന്നെ ഏതാണ്? ലാംഗ്വേജ് പ്രോസസ്സേഴ്സ്. എന്താണ്? നമുക്ക് വഴിയെ നോക്കാം. യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർസ്. അപ്പോൾ സിസ്റ്റം സോഫ്റ്റ്വെയർ 3 ഇപ്പൊ തന്നെ പഠിച്ചോളൂ. ഒന്നെന്താണ്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം, മറ്റൊന്നെന്താണ്? ലാംഗ്വേജ് പ്രോസസ്സേഴ്സ്, മൂന്നാമത്തെ എന്താണ്? യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ. ഓക്കെ ആണല്ലോ. നമുക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്താണെന്ന് നോക്കാം. സിസ്റ്റം സോഫ്റ്റ്വെയറിനകത്ത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്താണ് എന്ന് നോക്കാം. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈസ് എ സെറ്റ് ഓഫ് പ്രോഗ്രാംസ്. എല്ലാത്തിന്റെയും ഡെഫിനിഷൻ ആദ്യം എഴുതി വെച്ചിട്ടുണ്ട്, സെറ്റ് ഓഫ് പ്രോഗ്രാംസ്. എന്തുകൊണ്ടാണ്? സോഫ്റ്റ്വെയറിന്റെ ഡെഫിനിഷൻ അതാണ്, സെറ്റ് ഓഫ് പ്രോഗ്രാംസ് എന്നാണ്. അല്ലെ, ദാറ്റ് ആക്ട് ആസ് ആൻ ഇന്റർഫേസ് ബിറ്റ്വീൻ ദി യൂസർ ആൻഡ് കമ്പ്യൂട്ടർ. കണ്ടോ, കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന വ്യക്തി, അതാണല്ലോ യൂസർ, കമ്പ്യൂട്ടർ. ആ യൂസറും കമ്പ്യൂട്ടറിന്റെയും ഇടയിൽ നിന്ന് നമ്മളെ ഇന്റർഫേസ് ആയിട്ട്, ഇടനിലക്കാരനായിട്ട് ആ കമ്പ്യൂട്ടറിനെ പ്രവർത്തിപ്പിക്കാൻ നമ്മളെ സഹായിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് ഏതെന്ന് പറയുന്നത്? സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. The primary objective of an operating system is to make the computer system എന്താണ്? കൺവീനിയന്റ് ടു യൂസ്. കണ്ടോ, അതായത് ഉപയോഗിക്കാൻ കൺവീനിയന്റ് ആക്കി തരിക, നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ആക്കി തരിക എന്നുള്ളതാണ് എന്ത്? പ്രാഥമികമായിട്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ജോലി എന്ന് പറയുന്നത്. ഓക്കെ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം പ്രൊവൈഡ് ആൻ എൻവയോൺമെന്റ് ഫോർ യൂസർ ടു എക്സിക്യൂട്ട്. ഇനി മറ്റു പ്രോഗ്രാമുകൾ, നിങ്ങൾക്ക് VLC പ്ലെയർ അല്ലെങ്കിൽ ഓപ്പേർ അല്ലെങ്കിൽ മോസില്ല ഫയർഫോക്സ് അല്ലെങ്കിൽ ഗെയിമുകൾ, ഇതൊക്കെ പ്രവർത്തിപ്പിക്കണമെങ്കിൽ അതിൽ പ്രവർത്തിക്കാൻ ആവശ്യമായ ഒരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്ത് തരുന്നത് ഏത് സോഫ്റ്റ്വെയർ ആണ്? ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. അതുപോലെ എന്താണ്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം കൺട്രോൾ ആൻഡ് കോർഡിനേറ്റ് ദ ഓപ്പറേഷൻസ് ഓഫ് എ കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും ഏകീകരിപ്പിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നത് ആരാണ്? ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ആണ്. ഇറ്റ് ആക്ട് ആസ് ദ റിസോഴ്സ് മാനേജർ ഓഫ് ദ കമ്പ്യൂട്ടർ സിസ്റ്റം. കമ്പ്യൂട്ടർ സിസ്റ്റത്തിന്റെ മറ്റു റിസോഴ്സുകളെ, അതായത് ഇൻപുട്ട് ഡിവൈസുകളെയും ഔട്ട്പുട്ട് ഡിവൈസുകളെയും മറ്റു റിസോഴ്സുകളെ മാനേജ് ചെയ്യുന്നതും ആര് തന്നെയാണ്? ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം തന്നെയാണ്. അതേപോലെ തന്നെ മറ്റൊരു കാര്യം, നമ്മളൊരു കമ്പ്യൂട്ടറിലേക്ക് ആദ്യം സ്റ്റോർ നമ്മൾ സ്റ്റോർ ചെയ്യുന്ന സോഫ്റ്റ്വെയർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. കമ്പ്യൂട്ടർ നിങ്ങൾ മേടിച്ചു കഴിഞ്ഞാൽ ആദ്യം കമ്പ്യൂട്ടറിലേക്ക് ഇൻസ്റ്റോൾ ചെയ്യുന്ന സോഫ്റ്റ്വെയർ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. എന്തൊക്കെയാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻസ് എന്ന് നോക്കാം. ദ മേജർ ഫംഗ്ഷൻസ് ആൻഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം
ഒന്ന് പ്രോസസ് മാനേജ്മെന്റ്. പ്രോസസ് മാനേജ്മെന്റ് എന്ന് വെച്ചാൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിനകത്ത് പ്രവർത്തിക്കുന്ന ഒന്നിൽ കൂടുതൽ പ്രോസസ്സുകൾ ഉണ്ടാവും. ഒരേ സമയത്ത് നിങ്ങൾക്ക് പാട്ട് കേൾക്കാം, അതേ സമയത്ത് തന്നെ നിങ്ങൾക്ക് ഇന്റർനെറ്റ് ഉപയോഗിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള ഒന്നിൽ കൂടുതൽ പ്രോസസ്സുകൾ ഒരേ സമയത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ മാനേജ് ചെയ്യുന്ന ആരായിരിക്കും? ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിരിക്കും. അതേപോലെ എന്താണ് മെമ്മറി, നമ്മുടെ മെമ്മറിയെ കൃത്യമായിട്ട് മാനേജ് ചെയ്യുക, കൃത്യമായിട്ട് അറേഞ്ച് ചെയ്യുക, കൃത്യമായിട്ട് സോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ കൃത്യമായിട്ട് ഓരോ പ്രോസസ്സുകൾക്ക് ആവശ്യമായ മെമ്മറികളെ വീതിച്ച് നൽകുക, ഇതൊക്കെ ആരാണ് ചെയ്യുന്നത്? ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ഫയൽ മാനേജ്മെന്റ് അല്ലെ, ഫോൾഡറും ഫയലുകളും മറ്റേതുമെല്ലാം കൃത്യമായിട്ട് അറേഞ്ച് ചെയ്യുന്നത് ഇതാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. സെക്യൂരിറ്റി മാനേജ്മെന്റ് ആൻഡ് കമാൻഡ് ഇന്റർപ്രിട്ടേഷൻ. അതേപോലെ എന്താണ്? കമ്പ്യൂട്ടറിന്റെ സെക്യൂരിറ്റി മാനേജ്മെന്റ് അല്ലെ, മറ്റ് വൈറസുകൾ അല്ലെങ്കിൽ മറ്റ് പുറത്തു നിന്നുള്ള എന്താണ് അറ്റാക്കുകളെയൊക്കെ തടയാൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് ഒരു പരിധി വരെ കഴിയും എന്ന് വേണമെങ്കിൽ പറയാം. കമാൻഡ് ഇന്റർപ്രിട്ടേഷൻ, നമ്മൾ കൊടുക്കുന്ന കമാൻഡുകളെ കൃത്യമായിട്ട് കമ്പ്യൂട്ടർ അതിനെന്താണ് ആ രീതിയിൽ പ്രവർത്തിപ്പിക്കാൻ, കമ്പ്യൂട്ടറിനോട് പ്രവർത്തിപ്പിക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. അപ്പോൾ ഇതായിരുന്നു പ്രധാനപ്പെട്ട ഫംഗ്ഷൻസ്. ഓർത്തു വെക്കുക, മേജർ ഫംഗ്ഷൻസ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഈ പോയിന്റുകൾ ഇപ്പോൾ തന്നെ പഠിച്ചോളൂ. അടുത്ത ലാംഗ്വേജ് പ്രോസസ്സേഴ്സ്. നമ്മൾ എന്താണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്? സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. സിസ്റ്റം സോഫ്റ്റ്വെയറിനകത്ത് നമ്മൾ 3 പറഞ്ഞു. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്താണെന്ന് പറഞ്ഞു, അത് കഴിഞ്ഞ് ലാംഗ്വേജ് പ്രോസസ്സർ ഉണ്ടെന്ന് പറഞ്ഞു, അത് കഴിഞ്ഞ് എന്താണ്? യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ ഉണ്ടെന്ന് പറഞ്ഞു. എന്താണ് ഈ ലാംഗ്വേജ് പ്രോസസ്സർ? അതിന് മുമ്പായിട്ട് എന്താണ് ലാംഗ്വേജ്? അതായത് നമ്മളുടെ ലാംഗ്വേജ്, ഞാൻ ഈ സംസാരിക്കുന്ന ഒരു മലയാളം ലാംഗ്വേജ് ആണ് അല്ലെങ്കിൽ ഒരു ഭാഷയാണ്. പക്ഷെ കമ്പ്യൂട്ടറിനോട് സംവദിക്കുവാൻ വേണ്ടി, കമ്പ്യൂട്ടറിനോട് നമുക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ നൽകുവാൻ വേണ്ടി കമ്പ്യൂട്ടറിൻ്റെതായ ഭാഷ അറിയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ കമ്പ്യൂട്ടറിന്റെ ഭാഷ ഏതൊക്കെയാണെന്ന് നമുക്കൊന്നറിയാം. കമ്പ്യൂട്ടറിന്റെ ഭാഷ പ്രധാനമായിട്ട് 2 കാറ്റഗറി ആയിട്ട് നമ്മൾ തരംതിരിക്കുകയാണ് എങ്കിൽ എന്താണ്? ലോ ലെവൽ ലാംഗ്വേജ് എന്നും ഹൈ ലെവൽ ലാംഗ്വേജ് എന്നും പറഞ്ഞ് നമുക്ക് കമ്പ്യൂട്ടറിന്റെ ഭാഷയെ തരംതിരിക്കാം. ഈ ലോ ലെവൽ ലാംഗ്വേജ് എന്ന് വെച്ചാൽ എന്താണ്? മെഷീൻ ഓറിയന്റഡ് ലാംഗ്വേജുകളെയാണ് എന്ന് പറയുന്നത്. മെഷീനെ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ലാംഗ്വേജിനെയാണ് നമ്മൾ ലോ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുന്നത്. അതായത് ബൈനറി ലാംഗ്വേജ്, അതേപോലെ തന്നെ അസംബ്ലി ലാംഗ്വേജ്, അതിനൊക്കെയാണ് പറയുന്നത്. അപ്പോൾ മെഷീൻ ലാംഗ്വേജ് ആൻഡ് അസംബ്ലി ലാംഗ്വേജ് ആർ ഡിഫറെന്റ് ലോ ലെവൽ ലാംഗ്വേജ്. കണ്ടോ, മെഷീൻ ലാംഗ്വേജും അതേപോലെ തന്നെ എന്താണ്? അസംബ്ലി ലാംഗ്വേജ്. ഈ മെഷീൻ ലാംഗ്വേജ് മറ്റൊരു പേരാണ് കേട്ടോ. മെഷീൻ ലാംഗ്വേജ് മറ്റൊരു പേരാണ് ഇത് ബൈനറി ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഈ മെഷീൻ ലാംഗ്വേജ് ആൻഡ് അസംബ്ലി ലാംഗ്വേജ് ആണ്. അപ്പോൾ ലോ ലെവൽ ലാംഗ്വേജ് ഉണ്ട്, ഹൈ ലെവൽ ലാംഗ്വേജ്. ലോ ലെവൽ ലാംഗ്വേജിൽ 2 ലാംഗ്വേജുകളാണ്. ഒന്ന് മെഷീൻ ലാംഗ്വേജ്, മറ്റൊന്ന് അസംബ്ലി ലാംഗ്വേജ്. ലോ ലെവൽ ലാംഗ്വേജുകളിനകത്ത് മെഷീൻ ലാംഗ്വേജ് എന്താണ്, അസംബ്ലി ലാംഗ്വേജ് എന്താണെന്ന് നോക്കാം. മെഷീൻ ലാംഗ്വേജ് എന്ന് പറയുന്നത് എന്താണ്? Computer can understand only special symbols which are represented by 1 and 0. കമ്പ്യൂട്ടർ ഇലക്ട്രോണിക് ഡിവൈസ് ആണ്. നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ പറയുന്നത് അതിന് മനസ്സിലാകുന്ന ഏക ഭാഷ ഇലക്ട്രോണിക്സിന്റെ ഭാഷയാണ്. ഇലക്ട്രോണിക്സിന്റെ ഭാഷ ഏതാണ്? കറണ്ടിന്റെ ഫ്ലോ ആണ്, കറണ്ട് ഓൺ ആണോ കറണ്ട് ഓഫ് ആണോ എന്ന് പറയുന്ന ഒരു 2 വാല്യൂസ് മാത്രമേ കമ്പ്യൂട്ടർ മനസ്സിലാകത്തുള്ളൂ. അതിനെയാണ് 0 ഉം 1 ഉം. കറണ്ടിന്റെ ഓഫ് സ്റ്റേറ്റിന് നമ്മൾ 0 എന്നും കറണ്ടിന്റെ ഓൺ സ്റ്റേറ്റിന് നമ്മൾ 1 എന്നും പറയും. അപ്പോൾ അങ്ങനെയുള്ള അതുപയോഗിച്ച് 0 ഉം 1 ഉം മാത്രം ഉപയോഗിച്ചുണ്ടാക്കിയിരിക്കുന്ന ഒരു ലാംഗ്വേജാണ് മെഷീൻ ലാംഗ്വേജ്. സ്വാഭാവികമായിട്ടും അത് ആ ഒരു ലാംഗ്വേജിൽ കമ്പ്യൂട്ടർ നിർദ്ദേശം കൊടുക്കണമെങ്കിൽ നമുക്ക് വളരെ പാടാണ്. കാര്യം ഒരു സെന്റൻസ് ഒക്കെ എഴുതി കഴിഞ്ഞാൽ അതിനകത്ത് മൊത്തം 0 ഉം 1 ഉം മാത്രമേ കാണത്തുള്ളൂ. കമ്പ്യൂട്ടർ കൊടുക്കുന്ന ഒരു നിർദ്ദേശത്തിനകത്ത് എന്ത് കൊടുത്താലും, നിർദ്ദേശം ചെയ്യേണ്ട ജോലിയാണെങ്കിലും ഡേറ്റ ആണെങ്കിലും എല്ലാം 0 ഉം 1 ഉം ആയിരിക്കും കാണുന്നത്. സ്വാഭാവികമായിട്ട് പാടാണ്. അപ്പോൾ മറ്റൊരു ലാംഗ്വേജ് ഉണ്ട്, അസംബ്ലി ലാംഗ്വേജ്. പക്ഷേ ഈ അസംബ്ലി ലാംഗ്വേജിന്റെ പ്രത്യേകത എന്താണ്? 0 ഉം 1 ഉം മാത്രമല്ല, ന്യൂമോണിക്സ് അല്ലെങ്കിൽ സിമ്പിൾസ് യൂസ് ചെയ്യാറ്. ഇപ്പൊ ആഡ് ചെയ്യണമെങ്കിൽ, ഇപ്പൊ ബൈനറി ലാംഗ്വേജ് ആഡ് ചെയ്യണമെങ്കിൽ ചിലപ്പോൾ 1 0 1 1 1 ഇങ്ങനെയൊക്കെ ആയിരിക്കും. എന്നാൽ അസംബ്ലി ലാംഗ്വേജ് വന്നപ്പോഴത്തേക്ക് ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ADD എന്ന് പറയുന്ന ലെറ്റർ, ADD എന്ന് പറയുന്ന ഒരു വാക്ക് യൂസ് ചെയ്യാം. സബ്ട്രാക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് SUB എന്നൊക്കെ കൊടുക്കാം. പക്ഷേ ബൈനറി ലാംഗ്വേജ് ഇതൊന്നും പറ്റത്തില്ല. ആഡ് ചെയ്യണമെങ്കിൽ അതിനും 1 0 1 0 എന്ന് പറയുന്ന ഒരു കമാൻഡ് ആയിരിക്കും കൊടുക്കുന്നത്. സബ്ട്രാക്ട് ചെയ്യണമെങ്കിൽ അതിനനുസരിച്ച് ഒരു കമാൻഡ് ഉണ്ടായിരിക്കും. പക്ഷേ അസംബ്ലി ലാംഗ്വേജ് വന്നപ്പോഴത്തേക്ക് ഇംഗ്ലീഷ് അക്ഷരങ്ങളൊക്കെ ഉപയോഗിച്ച് ന്യൂമോണിക്സ് അല്ലെങ്കിൽ എന്താണ് ചെറിയ ന്യൂമോണിക് കോഡുകൾ ഉണ്ടാക്കിയിട്ട് അപ്പോൾ കുറച്ചും കൂടി എളുപ്പത്തിൽ ഒരു ഹ്യൂമൻ ബീയിങ്ങിനെ മനസ്സിലാക്കാനും പഠിക്കാനും പറ്റുന്ന ഒരു ലാംഗ്വേജാണ് ഇത് അസംബ്ലി ലാംഗ്വേജ്. എന്തുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ബൈനറി ലാംഗ്വേജുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. പക്ഷെ ഒരു കാര്യം ഓർക്കണം, ഈ അസംബ്ലി ലാംഗ്വേജ് യഥാർത്ഥത്തിൽ മെഷീന് മനസ്സിലാവുമോ? ഇല്ല. മെഷീന് മനസ്സിലാവുന്ന ഏക ഭാഷയാണ് മെഷീൻ ലാംഗ്വേജ് അല്ലെങ്കിൽ ബൈനറി ലാംഗ്വേജ്. സ്വാഭാവികമായിട്ടും അസംബ്ലി ലാംഗ്വേജ് എഴുതി വെച്ചിരിക്കുന്നത് നമ്മൾ എന്ത് ചെയ്യണം? തർജ്ജമ ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലെ, എന്തിലേക്ക്? മെഷീൻ ലാംഗ്വേജിലേക്ക്. അതിനുവേണ്ടി പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്ന, അതിനുവേണ്ടി ഈ തർജ്ജമയ്ക്ക് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ലാംഗ്വേജ് പ്രോസസ്സേഴ്സ്. ഓക്കെ, അങ്ങോട്ട് അത് പറയുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഹൈ ലെവൽ ലാംഗ്വേജ് എന്താണെന്ന് നോക്കാം. ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഇംഗ്ലീഷ് ലാംഗ്വേജുമായിട്ട് അടുത്തു നിൽക്കുന്ന ലാംഗ്വേജുകളെയാണ് ഹൈ ലെവൽ ലാംഗ്വേജ്. ഇംഗ്ലീഷ് ഭാഷയുമായിട്ട്, ഇംഗ്ലീഷിന്റെ സെന്റൻസുകളുമായിട്ട് ആ ഇംഗ്ലീഷ് എഴുതുന്ന പോലെയൊക്കെ തന്നെ നമുക്ക് എഴുതാൻ പറ്റുന്ന ലാംഗ്വേജുകളെയാണ് ഹൈ ലെവൽ ലാംഗ്വേജുകൾ എന്ന് പറയുന്നത്. മനസ്സിലാകുന്നുണ്ടോ? പക്ഷേ ഈ ഹൈ ലെവൽ ലാംഗ്വേജിൽ നിങ്ങൾ കോഡ് എഴുതിയാലും ഇനി അസംബ്ലി ലാംഗ്വേജിൽ നിങ്ങൾ കോഡ് എഴുതിയാലും ഇതിനെ ഏത് ലാംഗ്വേജിലേക്ക് മാറ്റണം? മെഷീൻ ലാംഗ്വേജിലേക്ക് മാറ്റണം. എങ്കിലേ കമ്പ്യൂട്ടർ മനസ്സിലാകൂ അല്ലേ? അതായത് നമുക്കിപ്പം കമ്പ്യൂട്ടറിന് ആകെപ്പാട് അറിയാവുന്ന മെഷീൻ ലാംഗ്വേജ് ആണ്. എന്നാൽ നമുക്കറിയാവുന്ന, ഇപ്പം ഉദാഹരണം പറയണേ, എനിക്കൊരു ഒരാളോട് സംസാരിക്കണം, എനിക്കൊരു എഴുത്തെഴുതി ഒരാളുടെ കൊടുക്കണം. അയാൾക്ക് ആകെ അറിയാവുന്നത് ഹിന്ദി മാത്രമാണ്, എനിക്ക് ആകെ അറിയാവുന്ന മലയാളം മാത്രമാണ്.
അല്ലെ, അല്ലെങ്കിൽ എനിക്ക് മലയാളം ഇംഗ്ലീഷും അറിയാം, അയാൾക്കറിയാവുന്ന ഹിന്ദി മാത്രമാണ്. അപ്പം ഞാൻ മലയാളത്തിൽ എഴുതിയാലും ഇംഗ്ലീഷ് എഴുതിയാലും എൻ്റെ ഇടയിൽ ആരെയെങ്കിലും വെച്ച് തർജ്ജമ ചെയ്ത് മാത്രമേ അയാൾക്ക് കൊടുത്തെങ്കിൽ എന്ത് ചെയ്യത്തുള്ളൂ, മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ അതേപോലെ ചിന്തിക്കുക, കമ്പ്യൂട്ടർ മനസ്സിലാവുന്ന ഏക ഭാഷ മെഷീൻ ലാംഗ്വേജ് ആണ്. പക്ഷേ അതിനുശേഷം ഡെവലപ്പ് ആയിട്ടുള്ള ലാംഗ്വേജുകളാണ് അസംബ്ലി ലാംഗ്വേജും ഹൈ ലെവൽ ലാംഗ്വേജുകളും ഒക്കെ. പക്ഷേ നിങ്ങൾ അസംബ്ലി ലാംഗ്വേജ് കോഡ് എഴുതിയാലും ഹൈ ലെവൽ ലാംഗ്വേജ് കോഡുകൾ എഴുതിയാലും ഇതിന് എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്, ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന അതിനുവേണ്ടി ആ ആവശ്യത്തിന് വേണ്ടി നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ലാംഗ്വേജ് പ്രോസസ്സേഴ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ലാംഗ്വേജ് പ്രോസസ്സേഴ്സിൻ്റെ യഥാർത്ഥ ഉപയോഗം എന്താണ്, അസംബ്ലി ലാംഗ്വേജോ ഹൈ ലെവൽ ലാംഗ്വേജോ നിങ്ങൾ എഴുതുന്ന ഇൻസ്ട്രക്ഷനുകൾ, നിങ്ങൾ എഴുതുന്ന കോഡുകളെ മെഷീൻ ലാംഗ്വേജിലേക്ക് മാറ്റുക എന്നുള്ളതാണ് എന്തിൻ്റെ ഉപയോഗം, ലാംഗ്വേജ് പ്രോസസ്സേഴ്സിൻ്റെ ഉപയോഗം. മനസ്സിലാവുന്നുണ്ടോ? പ്രധാനപ്പെട്ട ലാംഗ്വേജ് പ്രോസസ്സേഴ്സ് ഏതൊക്കെയാണ്, അസംബ്ലർ, ഇന്റർപ്രറ്റർ ആൻഡ് കമ്പൈലർ അല്ലെ. 3 ലാംഗ്വേജ് പ്രോസസ്സേഴ്സ് ആണുള്ളത്. ഒന്ന് അസംബ്ലർ, രണ്ടാമത്തെ ഇന്റർപ്രറ്റർ, മൂന്നാമത്തെ കമ്പൈലർ. അപ്പോൾ അസംബ്ലർ എന്ന് പറഞ്ഞാൽ വാക്കിൽ തന്നെയുണ്ട്. അസംബ്ലി ലാംഗ്വേജിലാണ് നിങ്ങൾ കോഡ് എഴുതി വെച്ചിരിക്കുന്നെങ്കിൽ ആരുടെ സഹായം തേടണം, അസംബ്ലറിന്റെ സഹായം തേടണം. എന്തിനു വേണ്ടി, നിങ്ങളുടെ കോഡുകളെ മെഷീൻ ലാംഗ്വേജ് ആക്കാൻ വേണ്ടി. അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് പ്രോസസ്സറാണ് അസംബ്ലർ. ഇനി നിങ്ങൾ ഹൈ ലെവൽ ലാംഗ്വേജിൽ ഏതെങ്കിലും ലാംഗ്വേജിലാണ് നിങ്ങൾ കോഡ്, ഹൈ ലെവൽ ലാംഗ്വേജിൽ ഒരുപാട് ലാംഗ്വേജ് ഉണ്ട്, C++, ജാവ, ബേസിക്, വിഷ്വൽ ബേസിക്, അങ്ങനെയുള്ള നിരവധി ലാംഗ്വേജുകൾ എവിടെയുണ്ട്, ഹൈ ലെവൽ ലാംഗ്വേജിനകത്ത്. ഈ ഹൈ ലെവൽ ലാംഗ്വേജിൽ ഏതെങ്കിലും ലാംഗ്വേജിലാണ് നിങ്ങൾ കോഡുകൾ എഴുതുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും അതിനെ തർജ്ജമ ചെയ്യുവാൻ വേണ്ടി നിങ്ങൾ എന്തിൻ്റെയൊക്കെ സഹായം നിങ്ങൾക്ക് സ്വീകരിക്കാം, ഒന്നുകിൽ കമ്പൈലർ അല്ലെങ്കിൽ ഇന്റർപ്രറ്റർ. അതായത് ഹൈ ലെവൽ ലാംഗ്വേജിൽ എഴുതിയിരിക്കുന്ന കോഡുകളെ മെഷീൻ ലാംഗ്വേജിലേക്ക് മാറ്റുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ലാംഗ്വേജ് പ്രോസസ്സറാണ് ഒന്ന് കമ്പൈലർ, മറ്റൊന്ന് ഇന്റർപ്രറ്റർ എന്ന് പറയുന്നത്. ഇത് രണ്ടും തർജ്ജമ ചെയ്യുന്നതിന് വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് ഇത് ചെയ്യുന്ന രീതിക്ക് ഒരു വ്യത്യാസമുണ്ട്, പക്ഷേ ചെയ്യുന്ന ജോലി ഒന്ന് തന്നെയാണ്. എന്താണ്, ഹൈ ലെവൽ ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് മാറ്റണം. ഇന്റർപ്രറ്റർ ആണ് തർജ്ജമ ചെയ്യുന്നതെങ്കിൽ, ഇന്റർപ്രറ്റർ ആണ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ കൺവേർട്ട് ചെയ്യുന്നതെങ്കിൽ, ഇന്റർപ്രറ്റർ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അറിയോ, നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ, ഓരോ ഇൻസ്ട്രക്ഷനും ആദ്യത്തെ ഇൻസ്ട്രക്ഷൻ ഓക്കെ നോക്കും, എറർ ഒന്നും ഇല്ലെങ്കിൽ, നിങ്ങൾ എഴുതിയിരിക്കുന്നതിൽ തെറ്റൊന്നും ഇല്ലെങ്കിൽ ഇതിനെ എന്ത് ചെയ്യും, മെഷീൻ ലാംഗ്വേജ് ആക്കി മാറ്റും. അടുത്ത രണ്ടാമത്തെ ലൈൻ എടുക്കും, അതിൽ തെറ്റൊന്നും ഇല്ലെങ്കിൽ അതിനെ എന്താക്കും, മെഷീൻ ലാംഗ്വേജ് ആക്കും. മൂന്നാമത്തെ ലൈൻ എടുക്കും, അപ്പോഴെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഉടനെ അത് റിപ്പോർട്ട് ചെയ്യും, ഉടനെ കാണിക്കും മൂന്നാമത്തെ ലൈനിൽ തെറ്റുണ്ട്. അപ്പം നമ്മൾ ഇൻസ്ട്രക്ഷൻ എഴുതിയാൽ നമ്മൾ എന്ത് ചെയ്യണം, അത് നോക്കിയിട്ട് തിരുത്തി കൊടുക്കണം. വീണ്ടും മൂന്നാമത്തെ ലൈൻ തൊട്ട് വീണ്ടും കൺവേർട്ട് ചെയ്യും. എന്നാൽ കമ്പൈലറാണ് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതെങ്കിൽ, ഒരു ഹൈ ലെവൽ ലാംഗ്വേജിലെ കോഡ് ട്രാൻസ്ലേറ്റ് ആദ്യം ഈ കമ്പൈലർ എന്ത് ചെയ്യുന്നറിയോ, മുഴുവനായിട്ട് അങ്ങ് സ്കാൻ ചെയ്യും. നിങ്ങളുടെ പ്രോഗ്രാം തർജ്ജമ അല്ലെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിന് മുന്നാടിയായിട്ട് ഈ കമ്പൈലർ മുഴുവൻ സ്കാൻ ചെയ്യും. സ്കാൻ ചെയ്തിട്ട് ഇതിനകത്ത് എററുകൾ എവിടേക്കുള്ളോ അവിടെല്ലാം റിപ്പോർട്ട് ചെയ്യും. ആദ്യം തന്നെ പറയും ഇന്ന ലൈനുകളിലൊക്കെ എററുകളുണ്ട്, ആദ്യം അത് തിരുത്താൻ പറയും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആ ലൈനുകളെല്ലാം നോക്കി ആ എററുകളെല്ലാം തിരുത്തി വീണ്ടും കമ്പൈലറിൻ്റെ കയ്യിലേക്ക് കൊടുക്കണം. അപ്പോൾ കമ്പൈലർ നോക്കും, ഓക്കെ ഇപ്പോൾ എററൊന്നും ഇല്ലെങ്കിൽ, എറർ ഫ്രീ ആയി കഴിഞ്ഞാൽ കമ്പൈലർ എന്ത് ചെയ്യും, പൂർണ്ണമായിട്ടും എന്ത് ചെയ്യും, ഇതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യും. അപ്പോൾ ചെയ്യുന്ന രീതിക്ക് ഒരു വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. രണ്ടും എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്, ഹൈ ലെവൽ ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജ് ആക്കാൻ വേണ്ടിയാണ്. അസംബ്ലറിന് വേണ്ടിയാണ്, അസംബ്ലി ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജ് ആക്കാൻ വേണ്ടിയാണ്. ഓക്കെ ആണല്ലോ, നോക്കിയോളൂ അല്ലെ. അസംബ്ലി ലാംഗ്വേജിന് ഈ ചിത്രം നോക്കിയ മുകളിൽ കാണിക്കുന്നതാണ്, മുകളിൽ കാണിച്ചിരിക്കുന്ന പച്ച ബോക്സ് ആണ് അസംബ്ലി ലാംഗ്വേജിൽ എഴുതിയിരിക്കുന്ന ഒരു കോഡ്. താഴെ എഴുതിയിരിക്കുന്നതാണ് എന്ത് ചെയ്തിരിക്കുന്നത്, നമ്മുടെ ഹൈ ലെവൽ ലാംഗ്വേജ് എഴുതിയിരിക്കുന്ന കോഡ്. അപ്പോൾ രണ്ടാണെങ്കിലും ഡയറക്റ്റ് കമ്പ്യൂട്ടറിലേക്ക് എത്തത്തില്ല, മെഷീൻ ലാംഗ്വേജ് ആക്കണം അല്ലെ. അസംബ്ലി ലാംഗ്വേജിലാണ് എഴുതിയിരിക്കുന്നതെങ്കിൽ അതിന് നമുക്ക് അസംബ്ലർ യൂസ് ചെയ്യാം. മെഷീൻ ലാംഗ്വേജിലാണ് നിങ്ങൾ കോഡ് എഴുതുന്നതെങ്കിൽ ഒന്നുകിൽ കമ്പൈലർ അല്ലെങ്കിൽ ഇന്റർപ്രറ്റർ. C++ ഒക്കെ കമ്പൈലർ യൂസ് ചെയ്ത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. ബേസിക് അല്ലെങ്കിൽ വിഷ്വൽ ബേസിക് എന്നൊക്കെ പറയുന്ന ലാംഗ്വേജുകളുണ്ട്, അത് ഇന്റർപ്രറ്റർ ആണ് യൂസ് ചെയ്യുന്നത്. ഇന്റർപ്രറ്റർ എന്ന് പറയുന്ന ലാംഗ്വേജ് പ്രോസസ്സറാണ് യൂസ് ചെയ്യുന്നത്. ഇനി മൂന്നാമത്തെ കാറ്റഗറി നമ്മൾ എവിടെയാണ് തുടങ്ങിയത്, സിസ്റ്റം സോഫ്റ്റ്വെയറിനകത്ത് തുടങ്ങി. സിസ്റ്റം സോഫ്റ്റ്വെയറിനകത്ത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടായിരുന്നു, രണ്ടാമത് എന്താണ് പറയുന്നത്, ലാംഗ്വേജ് പ്രോസസ്സർ ഉണ്ടായിരുന്നു, മൂന്നാമത് എന്താണ്, യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ അല്ലെ. യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ ഇസ് എ സെറ്റ് ഓഫ് പ്രോഗ്രാംസ്. അപ്പോൾ സോഫ്റ്റ്വെയറിന്റെ ഡെഫിനിഷൻ ആണ് സെറ്റ് ഓഫ് പ്രോഗ്രാം which helps us to system maintains task and in performing tasks of routine nature and in performing tasks of routine nature. ദൈനംദിന പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടറിന്റെ പ്രവർത്തനങ്ങൾ, അതായത് എന്താണ്, അത് കൃത്യമായിട്ട് അതിനെ ഓർഡർ ചെയ്ത് അറേഞ്ച് ചെയ്ത് അല്ലെങ്കിൽ അതിനെ എന്താ പറയുക, ചില ഫയലുകളെയൊക്കെ കംപ്രസ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ അതിനെ ഡിസ്കിനകത്തുള്ള സ്പേസ് ഉണ്ടല്ലോ, മെമ്മറിക്കകത്തുള്ള സ്പേസ് ഒക്കെ കൃത്യമായിട്ട് ഓർഡറിൽ അറേഞ്ച് ചെയ്ത് വെക്കാൻ വേണ്ടിയും, അല്ലെങ്കിൽ വൈറസുകളെയൊക്കെ റിമൂവ് ചെയ്ത് കളയാൻ വേണ്ടിയൊക്കെ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയറുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അതായത് ഇത് സ്ഥിരം ഒരു കമ്പ്യൂട്ടർ പ്രവർത്തനത്തെ എന്താണ്, സ്മൂത്ത് ആക്കി പ്രവർത്തിപ്പിക്കാൻ വേണ്ടി സഹായിക്കുന്ന സോഫ്റ്റ്വെയർ എന്ന് വേണമെങ്കിൽ പറയാം.
ഒന്നാമത്തെ കംപ്രഷൻ ടൂൾ ഉണ്ട്, വിൻസിപ്പ്, വിൻറാർ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. അതിൽ ലാർജ് ഫയലുകൾ, ലാർജ് സൈസുള്ള ഫയലുകളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കംപ്രസ് ചെയ്ത് നമുക്ക് ചെറുതാക്കാൻ പറ്റും, സൈസ് കുറയ്ക്കാം. എന്നിട്ട് അത് മെയിൽ ചെയ്യാൻ വേണ്ടിയൊക്കെ നമ്മൾ സാധാരണ എങ്ങനെ യൂസ് ചെയ്യാറുണ്ട്, ഇമെയിലൊക്കെ അയക്കും. എന്നിട്ട് തിരിച്ച് നമ്മൾ എന്താണ് ഇതിനെ നമുക്ക് ഡീകംപ്രസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ പഴയ രൂപത്തിലേക്ക് അല്ലെങ്കിൽ പഴയ സൈസിലേക്ക് മാറ്റാൻ പറ്റും. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന കംപ്രഷൻ ടൂൾസ് ഉണ്ട്, വിൻസിപ്പ്, വിൻറാർ എന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ എന്താണ്, അത് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ ആണ്. അത് എന്താണ്, കംപ്രഷൻ ടൂൾസ് എന്താണ്, യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ ആണ്. അടുത്ത ഡിസ്ക് ഡീഫ്രാഗ്മെന്റർ എന്ന് പറയുന്ന മറ്റൊരു കാറ്റഗറി സോഫ്റ്റ്വെയർ ഉണ്ട്. അതായത് ഡിസ്ക്, നമ്മുടെ കമ്പ്യൂട്ടറിന്റെ ഹാർഡ് ഡിസ്ക് ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ അതിനകത്ത് പല സ്ഥലങ്ങളിലാണ് ഡാറ്റ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മൾ അതിന്റെ ഇടയ്ക്ക് നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയും. അപ്പോൾ ഇടയ്ക്കൊക്കെ കുറേ സ്പേസുകൾ വെറുതെ കിടക്കും അല്ലെ. നിങ്ങൾ ഡിലീറ്റ് ചെയ്യുന്ന ഓർഡറിലൊന്നും അല്ലല്ലോ, നിങ്ങളുടെ കമ്പ്യൂട്ടറിലേക്ക് സ്റ്റോർ ചെയ്ത് ഡിലീറ്റ് ചെയ്ത്. അപ്പോൾ ഇതൊന്നും കൃത്യമായിട്ട് ഓർഡറിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പ്ലേസ് ചെയ്ത് നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ഡിലീറ്റ് ചെയ്യുന്നില്ല, അവിടുന്ന് ഇവിടുന്നൊക്കെ ഡിലീറ്റ് ആയി പോകുന്നുണ്ടാവും. അപ്പോൾ ആ ഡിലീറ്റ് ആയ സ്പേസിനെ എല്ലാം കൂടെ കൂട്ടി യോജിപ്പിച്ച് വലിയ സ്പേസ് ആയിട്ട് നിലനിർത്തുക, അതിനെല്ലാം കൂടെ കൃത്യമായിട്ട് അറേഞ്ച് ചെയ്ത് ഓർഗനൈസ് ചെയ്യുക എന്നുള്ള പരിപാടിയൊക്കെ ചെയ്യുന്നത് ആരാണ്, ഡിസ്ക് ഡീഫ്രാഗ്മെന്റർ എന്ന് പറയുന്ന സോഫ്റ്റ്വെയറുകളാണ്. ഓക്കെ, അതിനുവേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഇനി തീർന്നില്ല, ബാക്കപ്പ് സോഫ്റ്റ്വെയർ ഉണ്ട്. നമുക്ക് നമ്മുടെ ഡിസ്കിന്റെ ഫയലുകളെ അല്ലെങ്കിൽ ഡിസ്കിനെ, കമ്പ്യൂട്ടറിനെ പൂർണ്ണമായിട്ട് ബാക്കപ്പ് എടുത്ത് മാറ്റി വെക്കാൻ പറ്റും, അല്ലെങ്കിൽ ഒരു കോപ്പി എടുത്ത് മാറ്റി വെക്കാൻ പറ്റും. ഈ ബാക്കപ്പ് എടുത്തുകൊണ്ടുള്ള ഗുണം എന്താ, കമ്പ്യൂട്ടർ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഹാർഡ് ഡിസ്ക് എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ബാക്കപ്പ് ഉപയോഗിച്ച് നമ്മുടെ ഡേറ്റകളെല്ലാം നമുക്ക് റിട്രീവ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ബാക്കപ്പ് എടുത്ത് വേറൊരു കമ്പ്യൂട്ടറിലേക്ക് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ ഈ ഡേറ്റകളൊന്നും നഷ്ടമാകത്തില്ല. കമ്പ്യൂട്ടർ എന്തെങ്കിലും പ്രശ്നത്തിൽ ക്രാഷ് ആവുകയോ അല്ലെങ്കിൽ പ്രോഗ്രാം എന്തെങ്കിലും ഫെയിൽ ആവുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ ബാക്കപ്പ് ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് നേരത്തെ കിടന്ന എല്ലാ ഫയലുകളെയും റീസ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള സോഫ്റ്റ്വെയറും ഏതാണ്, യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ ആണ്. ലാസ്റ്റ് കിടക്കുന്ന ആന്റിവൈറസ് സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് അറിയാം അല്ലേ, നമ്മൾ സ്ഥിരമായിട്ട് കേട്ടിട്ടുള്ള എന്താ, വൈറസുകളെ കണ്ടുപിടിച്ച് റിമൂവ് ചെയ്യുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ, അതും എന്താണ്, യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ ആണ് അല്ലെ. കമ്പ്യൂട്ടർ പ്രവർത്തനത്തെയൊക്കെ ഇതെല്ലാം സ്മൂത്ത് ആക്കുന്നുണ്ട് അല്ലെ, കൃത്യമായിട്ട് നല്ല രീതിയിൽ പ്രവർത്തിപ്പിക്കാൻ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ആന്റിവൈറസ് സോഫ്റ്റ്വെയറിന്റെ ഉപയോഗം എന്താണെന്ന് അറിയാമല്ലോ, കമ്പ്യൂട്ടറിൽ വൈറസുകൾ പ്രവേശിക്കുന്നുണ്ടെങ്കിൽ അതിനെ തടയുക, അല്ലെങ്കിൽ നിലവിൽ വൈറസുകൾ പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ റിമൂവ് ചെയ്യുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറുകളാണ് ആന്റിവൈറസ് സോഫ്റ്റ്വെയർ. ഇതേതാണ്, യൂട്ടിലിറ്റി സോഫ്റ്റ്വെയറിനകത്ത് വരുന്നതാണ്. അപ്പം നമ്മൾ സോഫ്റ്റ്വെയർ ആണ് ഇന്ന് പഠിച്ചത്. അതിനകത്ത് രണ്ടായിട്ട് സോഫ്റ്റ്വെയറിനെ തരംതിരിക്കുന്നുണ്ട്. ഏതാണ്, സിസ്റ്റം സോഫ്റ്റ്വെയർ എന്നും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. അതിനകത്ത് സിസ്റ്റം സോഫ്റ്റ്വെയർ 3 ഉണ്ട്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ലാംഗ്വേജ് പ്രോസസ്സേഴ്സ്, യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്താണ്, അതിനകത്ത് എന്തൊക്കെയാണുള്ളത് എന്നുള്ള കാര്യം നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അപ്പം എല്ലാവരും പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതിന് മുമ്പായിട്ടൊരു കാര്യം, സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ എന്താണ്, നിങ്ങൾ ഇതിൻ്റെ താഴെ ഒരു ലിങ്ക് ഉണ്ട്, നിങ്ങൾക്ക് ടെലഗ്രാം, നിങ്ങൾക്ക് നോട്ട് ആവശ്യമായിട്ടുണ്ടെങ്കിൽ, ഈ പഠിപ്പിക്കുന്നതിൻ്റെ നോട്ടൊക്കെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ താഴത്തെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ ആ ടെലഗ്രാം ചാനലിലേക്ക് വരിക. ആ ടെലഗ്രാം ചാനലിൽ ഞാൻ ഈ നോട്ടൊക്കെ ഷെയർ ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ ബൈ.